നമസ്കാരം. ആര് രാജ്യം ഭരിക്കുമെന്ന ആകാംക്ഷയൊന്നും ഇത്തവണ ജനങ്ങൾക്കില്ല. ഇത്തവണയും BJP വിജയിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും. അങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല. സത്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും അക്കാര്യത്തിൽ ഒരേപോലെ ബോധ്യമുണ്ട്. എങ്കിലും അവസാനം വരെ കോൺഫിഡൻസോടെ നിലകൊള്ളണം എന്നതുകൊണ്ട് സമ്മതിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും അക്കാര്യത്തിൽ വ്യക്തമായ ബോധമുള്ളത് കൊണ്ട് തന്നെ മൂന്നാം വിജയം ആഘോഷമാക്കാനും അതിനൊപ്പം തന്നെ ഭരണ പരിഷ്കാരങ്ങൾക്കുമുള്ള ഒരുക്കങ്ങളിലാണ് BJP. ഒപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ സെൻസെക്സിലും നിഫ്റ്റിയിലും റെക്കോർഡ് കുതിപ്പും രേഖപ്പെടുത്തി. കേരളത്തിൽ ഇന്നേ വരെ വിരിയാത്ത താമര മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇത്തവണ വിരിയുമെന്ന് കൂടി ഉറപ്പായതോടെ അതിനുള്ള വിജയാരവങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നാലെ തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളും രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞു. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നത് ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ വരെ ക്ഷണിച്ചു കഴിഞ്ഞു. ഏകദേശം 21.97 ലക്ഷം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത്. ടെൻഡർ ആർക്കാണെന്ന് ഇന്ന് തീരുമാനമുണ്ടായിരിക്കും. ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും നൽകുന്നതിന് 5 ദിവസമാണ് കരാറുകാരന് ലഭിക്കുക. സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തു നടത്താൻ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിലെ കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്ത് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. ജൂൺ 9 വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം ഡൽഹിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഘടിപ്പിച്ച് ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഉള്ള തയ്യാറെടുപ്പുകൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. കർത്തവ്യപഥത്തിലോ ഭാരത് മണ്ഡപത്തിലോ വെച്ചായിരിക്കും രാഷ്ട്രീയ ചടങ്ങ്. കർത്തവ്യപഥനും ഭാരത് മണ്ഡപത്തിനും പുറമെ ചെങ്കോട്ട, രാംലീല മൈതാനം, യശോദ് ഭൂമി, കൺവെൻഷൻ സെന്റർ എന്നീ സ്ഥലങ്ങളും രാഷ്ട്രീയ ചടങ്ങിന്റെ വേദിയായി പരിഗണിച്ചിരുന്നു. ഇനി നമുക്ക് എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ വന്ന നിഫ്റ്റി സെൻസെക്സ് റെക്കോർഡ് ഒന്ന് പരിശോധിക്കാം. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് വൻ വിജയം പ്രവചിച്ചതിന് പിന്നാലെ പ്രതീക്ഷിച്ചതുപോലെ സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡ് ഉയരം കീഴടക്കിയിരിക്കുന്നു. 2600 പോയിന്റ് ആണ് സെൻസെക്സിലെ നേട്ടം. സെൻസെക്സ് 76,738ഉം നിഫ്റ്റി 23,338ഉം കടന്നു. സെൻസെക്സിൽ പവർ ഗ്രിഡ്, L&T, NTPC, SBI, ആക്സിസ് ബാങ്ക്, M&M, ICICI ബാങ്ക്, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ കുതിപ്പ് രേഖപ്പെടുത്തി. ഈ ഓഹരികൾ 3 മുതൽ 7% വരെയാണ് ഉയർന്നത്. വ്യക്തിഗത ഓഹരികളിൽ അദാനി പോർട്സ്, ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ് എന്നിവ ആദ്യ വ്യാപാരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 6 മുതൽ 9% വരെയാണ് ഓഹരി വില ഉയർന്നത്. അദാനി പോർട്സിന്റെ ഓഹരികൾ ഏകദേശം 9%-ഓളമാണ് നേട്ടമുണ്ടാക്കിയത്. ഇതൊക്കെയാണ് നിഫ്റ്റി സെൻസെക്സിലെ വിവരങ്ങൾ. ഇനി നമുക്ക് കേരളത്തിലെ അവസ്ഥയൊന്ന് നോക്കാം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് ആഘോഷമാക്കാൻ BJP നേതൃത്വം ലഡുവിനും കേക്കിനും ഓർഡർ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വിജയം ആഘോഷമാക്കാൻ തന്നെയാണ് ഒരുക്കുമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C ശിവൻകുട്ടി പറഞ്ഞു. തങ്ങളുടെ നിഗമനം ശരിവെക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകൾ എന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന സജീവ പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. പ്രധാന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. കേന്ദ്രമന്ത്രി V മുരളീധരൻ തിരുവനന്തപുരത്ത് തുടരുകയാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തിങ്കളാഴ്ചയോടെ തലസ്ഥാനത്തെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നും C ശിവൻകുട്ടി അറിയിച്ചു. പുതിയ സംസ്ഥാന കാര്യാലയത്തിലാവും ആഘോഷങ്ങൾ നടക്കുക. മധുരത്തിന് പുറമെ വിജയം ആഘോഷമാക്കാനുള്ള ചെണ്ടമേളം, LED വാൾ എന്നിവയ്ക്കും ഓർഡർ നൽകി കഴിഞ്ഞു. എന്തായാലും ഇത് BJP നേതൃത്വം ആഘോഷമാക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ ജനതയുടെ വികസന കുതിപ്പിലേക്കുള്ള വമ്പൻ തുടക്കം കൂടിയാണിത്. അത് നിഫ്റ്റിയും സെൻസെക്സും കൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ.